Dear students, നമ്മൾ adsorption എന്താണെന്ന് പഠിച്ചു. 2 types of adsorption പഠിച്ചു. ഇനി നമുക്ക് adsorption isotherms. Isotherm നമ്മളെപ്പോഴും പറയും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ കിട്ടുന്ന ഗ്രാഫാണ് നമ്മൾ സാധാരണ isotherm എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും. The variation in the amount of gas adsorbed by the adsorbent with the pressure at constant temperature that can be expressed by means of a curve termed as adsorption isotherm. എന്താണ് സംഭവം? അതായത് പ്രഷറിനനുസരിച്ച് ഒരു അഡ്സോർബൻ്റ് അഡ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്യാസിൻ്റെ വേരിയേഷൻ അത് ഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ കർവിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഐസോതെർം. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ പല പ്രഷറിൽ, അതായത് ലോ പ്രഷറിൽ എത്ര ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു, പിന്നെ പ്രഷർ കൂട്ടുന്നു, അന്നേരം എത്ര ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു, വീണ്ടും പ്രഷർ കൂട്ടുന്നു, ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്ന എമൗണ്ട് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പ്രഷറിനനുസരിച്ച് ഈ എമൗണ്ട് ഓഫ് ഗ്യാസിൽ എന്ത് വേരിയേഷനാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഐസോതെർം. സോ ദ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദി അഡ്സോർബൻറ്റ് വിത്ത് pressure at constant temperature. പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. പ്രഷറിനനുസരിച്ച് എങ്ങനെ എമൗണ്ട് വേരി ചെയ്യുന്നു ആ വേരിയേഷനാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അഡ്സോർപ്ഷൻ ഐസോതെർമിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ദ അഡ്സോർപ്ഷൻ ഐസോതെർം? ദ വേരിയേഷൻ in the amount of gas adsorbed by the adsorbent with pressure at a constant temperature. That is expressed by means of a curve termed as adsorption isotherm. ഇനിയാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതെർം. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അബ്സോർബ്ഡ് ബൈ ദി അഡ്സോർബൻറ്റ് വിത്ത് പ്രഷർ തന്നെയാണ്. അതൊരു റിലേഷൻഷിപ്പ് ആയിട്ട് തരുന്നതേ ഉള്ളൂ. സോ ഫ്രണ്ട്ലിഷ് ഗവ് ആൻ എംപറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് ആൻ അഡ്സോർബൻറ്റ് ആൻഡ് പ്രഷർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അതായത് യൂണിറ്റ് മാസ് ഓഫ് അഡ്സോർബൻ്റ്, യൂണിറ്റ് മാസിൽ എത്ര ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നു അതും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് ശരിക്കും എന്തോന്ന് ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതെർം. സോ ഫ്രണ്ട്ലിഷ് ഗവ് ആൻഡ് എംപറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് തരുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ unit mass of the adsorbent and pressure at a particular temperature. That means at constant temperature. ഇപ്പോൾ x amount of gas is adsorbed on m amount of adsorbent. അഡ്സോർബൻറ്റിൻ്റെ മാസ് m ആണ്. ഈ എമ്മിൻ്റെ പുറത്ത് x ഗ്യാസ് അഡ്സോർബ് ചെയ്തു. അപ്പം എം മാസിലാണ് എക്സ് എമൗണ്ട് അഡ്സോർബ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് മാസിൽ എത്രയായിരിക്കും? എമ്മിൽ എക്സ് എമൗണ്ട്. അപ്പോൾ യൂണിറ്റ് മാസിൽ എത്ര എമൗണ്ട് ആയിരിക്കും? എക്സ് ബൈ എം ആയിരിക്കും. അതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് എക്സ് ബൈ എം. ഇത് തരുന്ന റിലേഷൻ അതാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് ദി അഡ്സോർബൻറ്റ്. അപ്പോൾ എം മാസിൽ എക്സ് എമൗണ്ട് ആണെങ്കിൽ യൂണിറ്റ് മാസിൽ എത്രയായിരിക്കും? എക്സ് ബൈ എം. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പി റൈസ് ടു 1/n. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, പി പ്രഷർ, എൻ എന്ന് പറയുന്നത് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1. അതായത് ഒന്നും അതിൽ കൂടുതലുള്ള ഒരു ഇൻറ്റിജർ, അതാണ് 1/n എന്ന് പറയുന്നത്. അപ്പോൾ
Freundlich adsorption isotherm. That is, give an empirical relationship between quantity of gas adsorbed by unit mass of adsorbent and pressure at a particular temperature. Equation പഠിക്കുക, x/m is equal to Kp raised to 1/n. X is the mass of gas adsorbed on m of adsorbent at a pressure P. K and N are constant which depend on the nature of the adsorbent and the gas at a particular temperature. So K and N value that depends upon the nature of the adsorbent and adsorbate. ഇനി അടുത്തതിൽ നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഇതിൻ്റെ ലോഗരിതമിക് ഫോം എടുക്കുവാണ്. x/m is equal to Kp raised to 1/n ലോഗരിതമിക് ഫോം. അപ്പോൾ എന്ത് കിട്ടും? log x/m is equal to log k into p raised to 1/n എന്ന് വരും. ഇനി log a into b എന്ന് പറയുമ്പോൾ log a plus log b ആണ്. ദാറ്റ് ഈസ് if we take logarithm of the above equation, we get log x/m is equal to log k plus 1/n log p. അപ്പോൾ ഇവിടെ വേരി ചെയ്യുന്നത് ആരൊക്കെയാണ്? എക്സ്, അതായത് എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ്. x/m വേരി ചെയ്യും. അതുപോലെ പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ log x/m വേരി ചെയ്യും, log pയും വേരി ചെയ്യും. ഈ kയും 1/n ഒക്കെ കോൺസ്റ്റൻ്റാണ്. So this is of the form y equal to mx plus c. So if we plot a graph between x/m and log x/m and log p, we get a straight line which verifies Freundlich isotherm. The value of n/n in Freundlich isotherm ranges from 0 to 1. That means when 1/n is equal to 0, x/m equal to a constant and adsorption is independent of pressure. When 1/n is equal to 1, x/m is equal to k into p. That is, adsorption varies linearly with the pressure. It is failed to explain adsorption at a very high temperature. അതായത് ഇതാണ് ഫ്രണ്ടിഷ് അഡ്സോർപ്ഷൻ ഐസോതെർം. നമ്മൾ x/m പ്രഷറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. മറ്റേത് log x/m അല്ല, അത് സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫാണ്. വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. ഇത് പല ടെമ്പറേച്ചറിൽ വരച്ചേക്കുവാണ്. ഇത് 195, 245. അപ്പോൾ നമ്മൾ 195 കെൽവിനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം പ്രഷർ കൂടുന്നതിനനുസരിച്ച് x/m കൂടുകയാണെന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. പക്ഷെ ടെമ്പറേച്ചർ കൂടിയപ്പോൾ നോക്കിക്കേ, അപ്പോഴും കൂടുവാണ്, പക്ഷെ അഡ്സോർപ്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ആ ടെമ്പറേച്ചറിൽ അനുസരിച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ലോവർ ടെമ്പറേച്ചറിൽ നോക്കിക്കേ ഇത്രയും അഡ്സോർപ്ഷൻ നടന്നു. ഹയർ ടെമ്പറേച്ചർ വരുമ്പോൾ അഡ്സോർപ്ഷൻ, ദാറ്റ് മീൻസ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് എ പർട്ടിക്കുലർ പ്രഷർ. ഒരേ പ്രഷറിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രഷർ എടുക്കുകയാണെങ്കിൽ ഒറ്റ പ്രഷർ, ഇവിടുത്തെ പ്രഷറാണ് എടുക്കുന്നതെങ്കിൽ 273 ഇത്ര അഡ്സോർപ്ഷൻ നടന്നിട്ടുള്ളൂ. 244 ഇത്രയും അഡ്സോർപ്ഷൻ നടന്നു. 195 കെൽവിനിൽ ഇത്രയും അഡ്സോർപ്ഷൻ നടന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി നമ്മൾ ഇതിൽ നോക്കിയാൽ അറിയാം, ഏകദേശം ലോവർ ടെമ്പറേച്ചറിലൊക്കെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ കൂടുകയാണ്. ഹയർ ടെമ്പറേച്ചറിലെത്തുമ്പോൾ ഇത് ആൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആയി. അതായത് പിന്നെ അഡ്സോർപ്ഷൻ നമ്മൾ എന്താ പറഞ്ഞ അഡ്സോർപ്ഷൻ ഈക്വിലിബ്രിയത്തിലെത്തും, സാച്ചുറേറ്റഡ് ആവും. ആ പ്രഷർ എന്ന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ പ്രഷർ. അപ്പോൾ ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതെർം ഒന്നുകൂടി പറഞ്ഞു തരാം. ദാറ്റ് ഈസ്
Friendly give an empirical relationship between quantity of gas adsorbed by unit mass of the adsorbent and the pressure at a particular temperature. That means it gives a relationship between quantity of gas absorbed by unit mass of the adsorbent and the pressure at a particular temperature. That is x by m equal to Kp raised to 1 by n. Friendly adsorption isotherm നിങ്ങൾ ആ സെൻറ്റൻസ് മറന്നു പോയാൽ ഇത് ഓർത്ത് വയ്ക്കുക. x by m equal to Kp raised to 1 by n. ഇതിനർത്ഥം എന്തുവാണ്? x amount of gas is adsorbed on m mass of the adsorbent at a pressure P. ഇനി K and n are constant, which depend on the nature of the adsorbent and adsorbate at a particular temperature. ഇനി നമ്മൾ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ആ ഗ്രാഫ് അനുസരിച്ച് എന്തുവാണ്? ഒരു അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ adsorption increases with the increase of pressure, and at high pressure it becomes almost a saturation, and that pressure is known as saturated pressure, PS. ഇനി ഒരു പർട്ടിക്കുലർ പ്രഷറിൽ adsorption decreases with the increase of temperature. നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ പ്രഷറിലുള്ള adsorption എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണ്. അതാണ് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ പി റൈസ് ടു 1 by n ലോഗരിതമിക് ഫോമിലോട്ട് മാറ്റുവാണ്. അതാണ് ഈ ഫോം. ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1 by n ലോഗ് പി. ദിസ് ഈസ് വേരിയബിൾ എന്ന് പറയുന്നത് ലോഗ് എക്സ് ബൈ എമ്മും ലോഗ് പിയുമാണ്. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ലോഗ് എക്സ് ബൈ എമ്മും ലോഗ് പിയും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും വിത്ത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1 by n ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു ലോഗ് കെ. ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഇക്വേഷൻ ഒന്നുകൂടി നോക്കുക. ഏതാണ്? എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു Kp raised to 1 by n. ഇതിനകത്ത് ഈ ഫാക്ടർ 1 by n ൻ്റെ വാല്യൂ റേഞ്ചസ് ദാറ്റ് വാല്യൂസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. അതായത് ഈ 1 by n ന് 0 കൊടുക്കുമ്പോൾ p raised to 0 വരും. p raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ദാറ്റ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് അറ്റ് ഹൈ പ്രഷറിൽ 1 by n ൻ്റെ വാല്യൂ 0 ആണ്. അതായത് ആൽമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. അതായത് സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രഷർ കൂട്ടിയാലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് 1 by n ഈക്വൽ ടു 0 വരുമ്പോൾ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് adsorption ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. ഇനി 1 by n ന് 1 കൊടുത്താൽ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി വരും. കെ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് എക്സ് ബൈ എം പ്രൊപ്പോർഷണൽ ടു പി ആണ്. ദാറ്റ് ഈസ് adsorption വേരീസ് ഡയറക്ട്ലി വിത്ത് പ്രഷർ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും എക്സ്പെരിമെൻ്റ് റിസൾട്ടുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹൈ പ്രഷറിൽ ഇത് സാച്ചുറേഷൻ എത്തുന്നുണ്ടെങ്കിലും the experimental isotherms always seem to approach saturation at the high pressure. This cannot be explained by Friendly's isotherm. ഹൈ പ്രഷറിൽ എന്തുകൊണ്ട് സാച്ചുറേഷനിലെത്തി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? ഫ്രണ്ട്ലീസ് അഡ്സോർപ്ഷൻ ഐസോതെർമിന് പറ്റിയില്ല. അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. The graph is x by m increases with the pressure up to a certain pressure called saturation pressure, and after that it becomes constant. If we take logarithm of above equation, log x by m equal to log k plus 1 by n log p, this is of the form y equal to mx plus c. അപ്പോൾ log x by m ഉം log p യും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും വിത്ത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1 by n and y intercept equal to log k. The value of 1 by n in Friendly's isotherm ranges from 0 to 1. 1 by m equal to 0 ആകുമ്പോൾ x by m is equal to
എ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുവാണ്. അതായത് 1/n 0 ആകുമ്പോൾ ഈ ടേം 0 ആവുന്നു. ദാറ്റ് ഈസ് ലോഗ് എക്സ്പെൻസ് ലോഗ് കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ 1/n 0 ആകുമ്പോൾ ഇത് ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആവും. ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. When 1/n equal to 1, x/m is equal to k into p. That adsorption varies linearly with the pressure. But high pressure, adsorption becomes saturated എന്ന് പറഞ്ഞു അല്ലേ. That cannot be explained by Friendly's adsorption isotherm. So ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് Friendly's isotherm failed to explain adsorption at a very high pressure. ഈ ഗ്രാഫാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ദാറ്റ് വേരിയസ് ലീനിയർലി വിത്ത് പ്രഷർ ആൻഡ് ഇറ്റ് അറ്റ് ഹൈ പ്രഷർ ഇറ്റ് ബിക്കം സാച്ചുറേറ്റഡ് ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് നോൺ എസ് സാച്ചുറേഷൻ പ്രഷർ. അറ്റ് എ പർട്ടിക്കുലർ പ്രഷർ അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. At a fixed pressure there is a decrease in physical adsorption with the increase in temperature. Range of pressure, but it fails at a high pressure. എന്താണ് അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറയുന്നത്? The variation in the amount of gas adsorbed by the adsorbent with the pressure at a particular temperature, constant temperature, that can be expressed by means of a curve, and that is known as adsorption isotherm. Then Friendly's adsorption isotherm. That Friendly's give an empirical relationship between quantity of gas absorbed by unit mass of the adsorbent and pressure at a particular temperature. Equation x/m equal to kp raised to 1/n and logarithmic form. Log x/m is equal to log k plus 1/n log p, where x is the amount of gas absorbed on m mass of the adsorbent at a pressure p. K and n are constant. That depends upon the nature of the adsorbent and the nature of the adsorbate. ഇനി ആ 1/n വാല്യൂ ദാറ്റ് റേഞ്ചസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. 1/n 0 ആകുമ്പോൾ x/m is constant, that is independent of pressure. 1/n 1 ആകുമ്പോൾ that varies linearly with the directly proportional to pressure. But Friendly's adsorption isotherm failed to explain at a high pressure. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ആണ്, അതാണ് പ്രഷർ വെച്ച് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ, അതായത് സോളിഡിന് സൊല്യൂഷനിൽ നിന്നും സൊല്യൂട്ടിനെ അഡ്സോർബ് ചെയ്യാം. സോളിഡ്സ് ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട് ഫ്രം സൊല്യൂഷൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സോളിഡ്സ് ക്യാൻ അഡ്സോർബ് ഗ്യാസസ് എന്നാണ്. അതുപോലെ സോളിഡ്സ് ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട് ഫ്രം സൊല്യൂഷൻ. അത് നിങ്ങൾ ടെക്സ്റ്റിൽ എക്സാമ്പിൾ പറയുന്നത് അസറ്റിക് ആസിഡ് വെച്ചിട്ടാണ്. അതായത് ഒരു സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് അതിനകത്ത് കുറച്ച് ചാർക്കോൾ ഇട്ട് ഷേക്ക് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആ സൊല്യൂഷനിൽ കുറയുന്നു. അതിന് കാരണം എന്തുവാണ്? കുറച്ച് അസറ്റിക് ആസിഡിനെ ചാർക്കോൾ എന്ത് ചെയ്തു? അഡ്സോർബ് ചെയ്തു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് സൊല്യൂഷനാണ്. അതായത് നമ്മൾ സൊല്യൂട്ട് അസറ്റിക് ആസിഡും വാട്ടറാണ് സോൾവെൻറ്റും. അപ്പോൾ ചാർക്കോൾ എന്ന് പറയുന്ന അഡ്സോർബൻ്റ് അതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ചാർക്കോള് സൊല്യൂഷനിലുള്ള സൊല്യൂട്ട്, അതായത് അസറ്റിക് ആസിഡിനെ അഡ്സോർബ് ചെയ്യുന്നു. അപ്പോൾ സൊല്യൂഷനിലുള്ള അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. That is adsorption from solution phase. So solids can adsorb solute from solution. An example ആണ് when a solution of acetic acid in water is shaken with charcoal, part of the acetic acid is adsorbed by the charcoal and the concentration of the acid decreases in the solution. And the main observation, ഇവിടെയും extent of adsorption decreases with the increase in temperature. അവിടെ നമ്മൾ പറഞ്ഞത് കണക്ക് സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു.
എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂട്ട്. നമ്മൾ ഗ്യാസ് ആകുമ്പോൾ പ്രഷർ വെച്ചാണ് എഫക്റ്റ് ചെയ്യുന്നത്. പ്രഷർ കൂടുന്തോറും അഡ്സോർപ്ഷൻ കൂടുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ സൊല്യൂഷൻ ആയതുകൊണ്ട് കോൺസെൻട്രേഷനാണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂട്ട്. The extent of adsorption depends on the nature of the adsorbent and the nature of the adsorbate. ഇനി അവിടെ നമ്മൾ അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് പറഞ്ഞപ്പോൾ x/m = K p⁻⁴ എന്ന് പറഞ്ഞു. സൊല്യൂഷൻ ആകുമ്പോൾ ആ ഇക്വേഷൻ x/m = Kc⁻⁴ എന്ന് എഴുതും. അതായത് ഗ്യാസ് ആയതുകൊണ്ടാണ് പ്രഷർ, സൊല്യൂഷൻ ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ. Adsorption from solution ഇത്രയേ ഉള്ളൂ. അഡ്സോർബൻറ്റ് സോളിഡ്സ് ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട് ഫ്രം സൊല്യൂഷൻ. ആൻ എക്സാമ്പിൾ അസറ്റിക് ആസിഡിൻ്റെത്. ഇതിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അഡ്സോർപ്ഷൻ എക്സോതെർമിക് പ്രോസസ്സ് ആയതുകൊണ്ട് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് ആൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്. ഇനി നമുക്കടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷനാണ്. ഹൈ വാക്വം. അതായത് നമ്മൾ വാക്വം പമ്പ് ഉപയോഗിച്ച് നമ്മൾ ഹെഡിങ്ങുകൾ പഠിച്ച് വെച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. അതായത് ഇപ്പം നമ്മളൊക്കെ ഒരു വെസൽ നമ്മൾ വാക്വം പമ്പ് വെച്ചിട്ട് ഇവാക്യുവേറ്റ് ചെയ്തു. എന്നാലും അതിനകത്തൊരു ട്രേസസ് ഓഫ് എയർ കാണും. ദാറ്റ് ക്യാൻ ബി അഡ്സോർബ്ഡ് ബൈ ചാർക്കോൾ ടു ഗിവ് എ വെരി ഹൈ വാക്വം. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. 2, ഗ്യാസ് മാസ്ക്. അതായത് ഈ കോൾ മൈൻസ്, കൽക്കരി ഖനികളിൽ പോയിസണസ് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഗ്യാസ് മാസ്ക് വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പോയിസണസ് ഗ്യാസിനെ മാസ്ക് അഡ്സോർബാണ് ചെയ്യുന്നത്. അബ്സോർബാണെങ്കിൽ അത് തെറിപ്പോവും, അഡ്സോർബ് ചെയ്യും ടു പ്യൂരിഫൈ എയർ ഫോർ ബ്രീത്തിങ്. അപ്പോൾ ഗ്യാസ് മാസ്ക്. ഗ്യാസ് മാസ്ക് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ കോൾ മൈൻസ് ടു അഡ്സോർബ് പോയിസണസ് ഗ്യാസസ് ടു പ്യൂരിഫൈ എയർ ഫോർ ബ്രീത്തിങ്. ഇനി ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ, കൺട്രോൾ ഹ്യൂമിഡിറ്റി. സിലിക്ക ആൻഡ് അലുമിന ജെൽസ് ആർ യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ആൻഡ് കൺട്രോൾ ഹ്യൂമിഡിറ്റി. അപ്പോൾ ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം, ഗ്യാസ് മാസ്ക്, കൺട്രോൾ ഹ്യൂമിഡിറ്റി. സിലിക്ക ജെല്ല് അല്ലെങ്കിൽ അലുമിനിയം ജെൽസ് മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഈർപ്പം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി കളറിങ് മാറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിൾ പഠിച്ചു. അതായത് ഷുഗർ കെയിനിൻ്റെ കളറിങ്, പഞ്ചസാരയുടെ ആ കളർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബെഡ് ഓഫ് അനിമൽ ചാർക്കോളിലൂടെ കടത്തി വിടുമ്പോൾ കളറിങ് മെറ്റീരിയലിനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അനിമൽ ചാർക്കോൾ റിമൂവ് കളർ ഓഫ് സൊല്യൂഷൻസ്, റിമൂവൽ ഓഫ് കളറിങ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ്. അതുപോലെ തന്നെ നമ്മൾ മെത്തിലീൻ ബ്ലൂ ഡൈയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. മെത്തിലീൻ ബ്ലൂ സൊല്യൂഷനിൽ നമ്മൾ ചാർക്കോൾ ഇടുമ്പോൾ ആ ഡൈയുടെ മോളിക്യൂൾസ് മാത്രം നമ്മൾ അഡ്സോർബ് ചെയ്യും, ബാക്കി മൈനിങ് സൊല്യൂഷൻ കളർലെസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ കളറിങ് മാറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൊല്യൂഷനിൽ നിന്നും കളറിങ് മാറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അനിമൽ ചാർക്കോൾ. ഹെട്രോജീനിയസ് കറ്റാലിസിസ് നമ്മൾ ഒന്നാണ്. അതായത് കാറ്റലിസ്റ്റ് ഉൾപ്രേരകം ഉപയോഗിച്ച് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അത് ഈ അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. അത് നമ്മളിനി പഠിക്കുന്നുണ്ട്, കറ്റാലിസിസിലകത്ത് പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കാറ്റലിസ്റ്റ് ഒരു സോളിഡ് ആണെങ്കിൽ ആ സോളിഡിൻ്റെ സർഫസിൽ റിയാക്റ്റൻ്റ് വന്ന് അഡ്സോർബ് ചെയ്യും. എന്നിട്ട് അത് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ. അതിന് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻ ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഇനേർട്ട് ഗ്യാസ്, അതായത് കോക്കനട്ട് ചാർക്കോൾ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് നോബിൾ ഗ്യാസസ്. അതായത് നമുക്ക് കയ്യിലൊരു നോബിൾ ഗ്യാസ് നിങ്ങൾക്കറിയാലോ, ഹീലിയം, ആർഗൺ, ക്രിപ്റ്റൺ, ക്സെനൺ ഇങ്ങനെയുള്ള. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ചർ നമ്മുടെ കയ്യിൽ കിട്ടി. ഈ ഓരോ ഗ്യാസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നോബിൾ ഗ്യാസ് റിയാക്ഷനിൽ പങ്കെടുക്കാത്തവരെയാണ് നമ്മൾ ഈ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ മെത്തേഡ്സ് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇവരെ നമ്മൾ കോക്കനട്ട് ചാർക്കോൾ ഉപയോഗിക്കുന്നത് കാരണം പല ആൾക്കാരും
ഡിഗ്രി ഓഫ് അഡ്സോർപ്ഷൻ ഡിഫറൻ്റ് ആണ്. ഓരോ ഗ്യാസിൻ്റെ, അതായത് നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നത് വേരി ചെയ്യും. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ഈസിലി അഡ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇവരുടെയൊക്കെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവർ അഡ്സോർബ് ചെയ്യുന്ന ഡിഗ്രി ഓഫ് അഡ്സോർപ്ഷൻ എന്തുമായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അത് വച്ചിട്ട് നമുക്ക് ഈ ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ സെപ്പറേഷൻ ഓഫ് ഇനർട്ട് ഗ്യാസസ്. ഇൻ ക്യൂറിങ് ഡിസീസ്, അതായത് എ നമ്പർ ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ടു കിൽ ജേംസ് ബൈ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദം. അതായത് നമ്മൾ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട് പല അസുഖങ്ങളും ഇല്ലാതാക്കാൻ. അപ്പോൾ അതെന്താണ്? ഈ കഴിക്കുന്ന മരുന്ന് ഈ നമ്മളെ ജേംസിനെ എന്ത് ചെയ്യുന്നു? അഡ്സോർബ് ചെയ്യും. യൂസ്ഡ് ടു കിൽ ജേംസ് ബൈ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദം. അതിൽ അഡ്സോർപ്ഷൻ നടന്നിട്ടാണ് അത് കൊല്ലുന്നത്. അപ്പോൾ ക്യൂറിങ് ഡിസീസസ്. ദെൻ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്, അതെന്ന് പറയുന്നത് ഓറെന്ന് പറയുന്നത് അയിര്, ORE, മെറ്റൽസിൻ്റെ ഓറ്, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ അഡ്സോർപ്ഷനാണ്. അതും നമ്മൾ ഇനി വരുന്നൊരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓറിൻ്റെ കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അവൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തുവാണ്? അഡ്സോർപ്ഷൻ. ഇനി ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം. അതായത് സർഫസ് ഓഫ് സർട്ടൻ പ്രസിപ്പിറ്റേറ്റ്, ചില പ്രസിപ്പിറ്റേറ്റുകൾ, അതായത് സിൽവർ ഹാലൈഡ്, അതിന് ചില ഡൈസ്, ഇയോസിൻ, ഫ്ലൂറസിൻ, ഇങ്ങനെയുള്ള ഡൈസിനെ അഡ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഒരു എൻഡ് പോയിന്റിൽ അല്ലേ, ആൻഡ് ദെയർ ബൈ പ്രൊഡ്യൂസിങ് എ ക്യാരക്ടറിസ്റ്റിക്സ് കളർ അറ്റ് ദി എൻഡ് പോയിന്റ്, ടൈട്രേഷനിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ് ബേസ്ഡ് ഓൺ ദി ഫിനോമിന ഓഫ് അഡ്സോർപ്ഷൻ. ഫൈൻഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. ക്രോമറ്റോഗ്രാഫി മെത്തേഡ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി, പേപ്പർ ക്രോമറ്റോഗ്രാഫി അല്ലേ. അപ്പോൾ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്തുവാണ്? അഡ്സോർപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ ഇത്രയും എഴുതണമെന്നില്ല. നമുക്ക് സാധാരണ NE2 അല്ലെങ്കിൽ NE4 ആപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ളതാണ് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞത്. അതായത് എന്താണ്? ഹൈ വാക്വം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം, ഗ്യാസ് മാസ്ക് ഇൻ കോൾ മൈൻസ്, ഹ്യൂമിഡിറ്റി ടു കൺട്രോൾ ഹ്യൂമിഡിറ്റി, ദെൻ റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ്, heterogeneous catalysis, separation of noble gases, in curing diseases, froth flotation process, then adsorption indicator ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ്. അപ്പോൾ ഇത് ഹെഡിങ്ങുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം, then it is used in gas mask to control humidity, for removing coloring matter from solutions. Just find application heterogeneous catalysis, separation of inert gases, in curing diseases. Fourth flotation process is based on adsorption principle. Then adsorption indicators are used. Then chromatographic analysis are based on adsorption. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ സർഫസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് സെക്ഷനാണ് അഡ്സോർപ്ഷൻ. അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എന്താണ് അഡ്സോർപ്ഷൻ? എ സബ്സ്റ്റൻസ് ഈസ് കോൺസെൻട്രേറ്റഡ് മോർ ഓൺ ദ സർഫസ് ദാൻ ഇൻ ദി ബൾക്ക്. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എ സോളിഡ്, that is known as adsorbate, and the surface on which adsorption takes place is called adsorbent. ഇനി ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിസിക്കൽ അഡ്സോർപ്ഷൻ, കെമിക്കൽ അഡ്സോർപ്ഷൻ. പിന്നെ അതിൻ്റെ ഡിഫറൻസ്. ദെൻ അഡ്സോർപ്ഷൻ ഐസോതെർം, വേരിയേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ഓൺ ദി അഡ്സോർബൻറ്റ് വിത്ത് പ്രഷർ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ബൈ മീൻസ് ഓഫ് എ കർവ്. അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിഷ് അഡ്സോർപ്ഷൻ ഐസോതെർം, ഗിവ് ആൻ എംപിറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അബ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദി അഡ്സോർബൻറ്റ് ആൻഡ് പ്രഷർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക, x/m is equal to Kp raised to 1/n.
അതിൻ്റെ ലോഗറിതമിക് ഫോം മേടിക്കുക. ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. ലോഗ് എക്സ് ബൈ എമ്മും ലോഗ് പിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ദ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1/n. ഇനി നമ്മൾ എക്സ് ബൈ എമ്മും പിയും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഹൈ ടെമ്പറേച്ചറിൽ സാച്ചുറേഷനിലെത്തും. ആ പ്രഷറിനെയാണ് സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഒരു സോളിഡിന് സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ടിനെ വേണമെങ്കിൽ അഡ്സോർബ് ചെയ്യുക. അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അസറ്റിക് ആസിഡാണ് നമ്മളതിന് എക്സാമ്പിൾ പറഞ്ഞത്. എക്സ് ബൈ എം കെ പി റൈസ് ടു 1/n എന്ന് പറഞ്ഞതുപോലെ സൊല്യൂഷനിൽ നിന്നുള്ളതിന് എക്സ് ബൈ എം കെ സി റൈസ് ടു 1/n. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വാക്വം പ്രൊഡ്യൂസ് ചെയ്യാൻ, ഗ്യാസ് മാസ്കിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കളറിങ് സബ്സ്റ്റൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡിൽ, ക്യൂറിങ് ഡിസീസിൽ, ക്രോമറ്റോഗ്രാഫിക് മെത്തേഡിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും കുറച്ച് ആപ്ലിക്കേഷനും കൂടി പഠിച്ചു വയ്ക്കുക.